ഹലോ, അപ്പൊ നമ്മുടെ അമ്മയുടെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. സുഖം ഷോപ്പിൽ പോയിട്ട് കുറെ സമയമായിട്ടോ. അവിടെ മേലെ കയറി വന്നിട്ട് ഇപ്പൊ ഞാൻ വിളിച്ച് പോയാൽ നോക്കുമ്പോൾ താഴെ നോക്കുമ്പോൾ ഷൂസ് താഴെ ഇട്ടു. അപ്പൊ എവിടെ നോക്കാൻ വേണ്ടി തരാൻ വന്നതാണ്. സുഖട്ടാ, എനിക്കറിയായിരുന്നു നിങ്ങൾ പാന്റ് ഷർട്ടൊക്കെ മാറ്റി ഇവിടെ വന്നിരിക്കുകയായിരിക്കുന്നു. എന്താ ഷോപ്പിൽ പോകത്തത്? സമയത്രയെന്ന് പറഞ്ഞിട്ടാ? അതെന്താ കൊട കൊണ്ട് കൊട എന്ത് കൊണ്ടുപോകാൻ പറ്റാണ്ട്? ആരെങ്ങനെ കൊട കൊണ്ടുപോകും നിങ്ങളുടെ ഷോപ്പിൽ? നിങ്ങളുടെ അവിടെ വന്നിട്ട് മീൻകാരന്റെ കൂകൽ കേൾക്കുന്നുണ്ട് കേട്ടോ നല്ല പോലെ. അവസരമാണ് കേട്ടോ. ഒരു കാല് മുറിഞ്ഞൊരു കുടയുണ്ട്, അത് മാത്രമേ കൊണ്ടുപോകുള്ളൂ. നല്ല കുട കൊണ്ടുപോകില്ല. അതാണെച്ചാൽ പിന്നെ എവിടെ പോലും കൊണ്ടു തരുമല്ലോ. അതുകൊണ്ട് ഇപ്പം എത്ര ദൂരം പോകാൻ പറ്റില്ല എന്ന് അവർക്കറിയാം. എന്ന് പറഞ്ഞിട്ട് നല്ല കുട കൊണ്ടുപോയി ഞാൻ അത് കൊണ്ടുപോകില്ല, എനിക്കത് കൊണ്ടുപോയി കിട്ടില്ല എന്ന് പറയും. അങ്ങനെ പോകാൻ നിൽക്കുകയാണല്ലേ ഇപ്പോൾ. അപ്പം ഇതൊക്കെയാണ് സുധാകരൻ്റെ വിശേഷങ്ങൾ. പിന്നെ നമ്മൾ നോക്കുന്ന മന്ദാരം ഉണ്ട് കേട്ടോ. മന്ദാരം ഞാൻ വലിയ മരമാണ് കേട്ടോ. മേലെ ഞാൻ ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ വീഡിയോയിൽ. ഇതിന് നമ്മൾ ഏറ്റവും മേലെയാണ് ഇത് പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട്. മോൻ പറഞ്ഞു അമ്മൻ്റെ റൂമിൽ നല്ല സുഖം, നല്ല തണലായിട്ട് നിൽക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. മേലെ കയറിയപ്പോൾ ഫുള്ള് പൂത്ത് നിൽക്കുന്ന അമ്മയെ പറഞ്ഞു. എനിക്കങ്ങനെ പൂവ് ഒന്നും കിട്ടുമൊന്നുമില്ല അതിന്ന്. ഇതാട്ടോ അമ്പലത്തിൽ ഞാൻ പൂവ് പറഞ്ഞാൽ എനിക്ക് അമ്പലത്തിൽ കൊണ്ടുപോകാനൊന്നും പൂജാമുറി വെക്കാനൊന്നും കിട്ടില്ല. പക്ഷെ ഇത്രയും ഹൈറ്റിലാണ് നിൽക്കുന്നത്. അത് കാരണം മേലെയുണ്ട് ഇഷ്ടം പോലെ പറഞ്ഞു. അതിന് മേലെ കയറില്ല. അവൻ എൻ്റെ ഏണിയൊക്കെ അങ്ങനെയൊക്കെ വെച്ചിട്ടൊക്കെ മേലെ കയറുന്നത്. എന്തെങ്കിലും ആവശ്യത്തിനോ അല്ലെങ്കിൽ വെള്ളം എന്തെങ്കിലും കെട്ടി നിൽക്കുകയാണെങ്കിൽ അതിനൊക്കെ മേലെ കയറുള്ളൂ കേട്ടോ. അല്ലാണ്ട് നമുക്ക് മേലെ കയറേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. ഇത് എന്തിനാ ഷൂട്ടിങ്ങിനോ അതിൻ്റെ കാര്യങ്ങൾക്ക് ഇതുകൊണ്ട് വെച്ചതാണ് കേട്ടോ. അങ്ങനെ എന്തെങ്കിലും കയറി പോകാനായിരിക്കും. പിന്നെ കസേര ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നു. ഇവിടെ ഇടാന്ന് വെച്ചാൽ ഇവിടെ ഷൂട്ടിങ്ങിൻ്റെ ടൈമിൽ മാത്രം ചിലപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ സീൻ ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ട് എടുത്തിടാണ് കേട്ടോ. പക്ഷെ നല്ല സുഖം കേട്ടോ. മഴയൊക്കെ പെയ്യുമ്പോൾ ഇവിടെ വന്ന് അങ്ങനെ ഇരിക്കെ. ഞാൻ എന്തിനാ എങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞാൽ എനിക്കൊരു കാര്യമുണ്ട്. ഒരു സാധനം പറിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. ആ സമയത്ത് ജിവാൻ കുഞ്ഞ് ഓടി കയറി വന്നു കേട്ടോ. ഇവിടെ അവൻ അച്ഛൻ എവിടെ പോകണില്ല, അവൻ ഉണ്ടാകും ബാക്കിൽ. അപ്പൊ അച്ഛൻ്റെ സവനോടെ കേട്ടപ്പോൾ ഓടി വന്നത്. അപ്പം മുണ്ടെടുത്ത് കൊടുക്കുകയാണ് അച്ഛൻ. മുണ്ട് എന്തിനാ കുഞ്ഞ് ഇപ്പോൾ കൊടുക്കുന്നത്? അത് അമ്പലത്തിലേക്ക് പോകുമ്പോഴല്ലേ മുണ്ടെടുക്കുക? ക്യാമറ എടുക്കുമ്പോഴല്ലേ. ഞാനെന്തിനാ വന്നു വെച്ചാ എനിക്കൊരു പപ്പായ വരയ്ക്കണം കേട്ടോ. പക്ഷെ ഞാൻ നോക്കി എനിക്ക് എത്തില്ല എന്തായാലും കൈ കൊണ്ട്. ഈ മരം എത്ര കൊല്ലമായി അറിയോ? കുറേ വർഷം ഈ മരം, ഒരു 4-5 വർഷവും. പപ്പായ മരം ഇത്ര നിൽക്കില്ല എന്ന് പറയല് കേട്ടിട്ടുണ്ട്. ചേട്ടാ ആ വലുത് പറിക്കും കേട്ടോ. അതെ 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 അപ്പുറത്തെ ഒന്ന് എത്തി നോക്കട്ടെ. അതാണോ ഒന്ന്? അത് ഇതല്ല, അതാ അതാ അതാ. അപ്പോ കൈ കൊണ്ട് പറയാൻ ശ്രമിച്ചു കേട്ടോ, കിട്ടുന്നില്ല. ഒരു കാര്യമായി വടിയൊന്നും എടുത്ത് വരുന്നുണ്ട്. ഇല്ല, ഒരു രക്ഷയില്ല. അതാ വടി എടുക്കാൻ പോയി. കിട്ടില്ല. നല്ല ഹൈറ്റിനാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മൾ ആദ്യം കൈ കൊണ്ട് ഇങ്ങനെ പഠിച്ചെടുത്തതാ. ഇപ്പൊ എത്ര ഹൈറ്റ് വെച്ചത് നോക്കുന്നത്. പൈപ്പറാണ് കേട്ടോ എടുത്തിട്ട് വന്നിരിക്കുന്നത്. അതേ മേലെയുള്ളൂ. അങ്ങോട്ടായി അവരുടെ അവിടേക്ക് പോകുക, ഇങ്ങോട്ടേക്ക് തള്ളണം. മറ്റേ അതന്നെ ആ തൊട്ട് തന്നെ. പറിച്ചു കിട്ടി പോയി. ജയിച്ച വീണ്. മതി. സീനിന് വേണ്ടിയിട്ടാ മേക്കപ്പിലാണ് കേട്ടോ. ഞാൻ വിചാരിച്ചത് എന്താണ് ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്. അപ്പൊ കുഞ്ഞാ പറഞ്ഞു ഷൂട്ടിങ്ങിന് വേണ്ടി പപ്പ പൊട്ടിച്ചതാണെന്നുള്ളത്. മേക്കപ്പ് നല്ല പോലെ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. എന്താ സീൻ നമുക്കറിയില്ല. മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കാൻ. അയ്യോ, ഇതെനിക്ക് വലിയ സന്തോഷമായിട്ടോ. എന്താ അറിയോ, ഈ പൈപ്പ് വാങ്ങിച്ചിട്ട് 1 വർഷമായിട്ടുള്ളൂ കേട്ടോ. പൈപ്പ് ഇതിലെ എന്തെങ്കിലും പൊട്ടിപ്പോയത് എന്താ, അതാ പിന്നെ വാഷർ പോയത് എന്തോ ആയിരുന്നു തോന്നുന്നു. അത് പോയി. അപ്പൊ 1 മാസമൊക്കെ ലീക്കായിട്ട് തുള്ളി വെള്ളം ഒറ്റുക. അപ്പൊ നമ്മൾ പറയില്ലേ, ഒരു വീട്ടിലും ഏത് വീട്ടിലാണെങ്കിലും പൈപ്പിലെ ടാപ്പിൽ വെള്ളം ഒറ്റി പോകരുത്. നമ്മൾ രാത്രി കിടക്കണമെങ്കിൽ എല്ലാം നോക്കിയിട്ട് ടൈറ്റാക്കി വെക്കണം എന്നൊക്കെ. അപ്പൊ ഞാൻ കുറെ ഉണ്ട് പറഞ്ഞു. സുഖം പറയും അതൊന്നും അല്ല, നീ ടൈറ്റായി കറക്റ്റാക്കി വെച്ചാൽ മതി എന്നൊക്കെ കേട്ടോ. അപ്പൊ എനിക്ക് പറഞ്ഞു മതി. ഞാൻ എന്തായാലും മോനോട് പറഞ്ഞു, മോനെ നീ ഒരു പൈപ്പ് വാങ്ങിയിട്ട് വേടാ, ഇതെന്റെ ഭാഷ എന്താ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ അവൻ പോയിട്ട് ഇന്നലെ വാങ്ങിച്ചിട്ട് വന്നതാണ് കേട്ടോ. രാവിലെ സുഖമായിട്ട് ഫിറ്റ് ചെയ്യാൻ സുഖം എന്തൊക്കെ കഴിക്കാൻ ഫാൻ്റെ വേണം, അത് വേണം, ഇത് വേണം. ഞാൻ പപ്പായ പറിച്ചു വരുമ്പോഴത്തേക്കും അവർ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കണം. അടിപൊളി സ്റ്റാൻഡേർഡിൽ സ്റ്റാൻഡേർഡ് പൈപ്പ്. അല്പം വെള്ളം പോകുന്നുണ്ട് ഒന്നും പറയല്ലേ, കാണിച്ചു തരാൻ വേണ്ടിയിട്ടാ. ഇതാ ഇത്രയും വെള്ളം പോകും. ഇത്ര വെള്ളം നമുക്ക് വരുന്നുണ്ട്. നല്ല സുഖത്തിൽ വെള്ളം വരുന്നില്ലേ.
വെള്ളം പോലും ചീത്ത പറയലായിട്ട് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. കാട്ടിനടുത്ത് തോരൻ വെക്കാൻ വേണ്ടി കുറച്ച് മുരിങ്ങ പറിക്കാൻ പറഞ്ഞു കേട്ടോ. മുരിങ്ങ ഒന്നുണ്ട് കേട്ടോ, മേലെ അത് ഒന്നല്ല വലുതൊന്നുണ്ട്, അത് മേലേക്കാണ്. എല്ലാവരും പറഞ്ഞു ടെറസിൻ്റെ വീടിൻ്റെ മേലിൻ്റെ അങ്ങോട്ടേക്ക് മുരിങ്ങൻ്റെ വരാൻ പാടില്ല, അത് കട്ട് ചെയ്ത് വിടണം. എന്തായാലും ആ മരം നമ്മൾ കട്ട് ചെയ്യും. അത് അവിടെയാണ് കേട്ടോ, അതാട്ടോ അത്രയ്ക്കും പോയി അതെന്തായാലും കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ചെറുതായി അന്ന് ഞാൻ അതുപോലെ ഒന്ന് വളർന്നപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വിട്ടു. അത് ഇപ്പോൾ വളർന്നാൽ കുറച്ച് മുരിങ്ങ ഇത്തിരി തോരൻ വെക്കാൻ വേണ്ടിയിട്ടേ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സുഖമായിട്ട് ഞാനത് പറിക്കാൻ പറഞ്ഞു. അപ്പോൾ അതും അത് പറിച്ചുകൊണ്ടിരിക്കുക. ഒരു കൊമ്പ് താഴ്ത്തി. അപ്പോൾ നമുക്ക് തോരൻ വെക്കാനുള്ള മുരിങ്ങയും അതുപോലെ തന്നെ ഉപ്പേരി വെക്കുക, പരിപ്പിലിട്ട് വെക്കുക, എന്തും ചെയ്യാട്ടെ. പപ്പായും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം മുരിങ്ങ തോരൻ ഉണ്ടാക്കട്ടെ. തോരനാകുമ്പോൾ പെട്ടെന്നാവും. പിന്നെ പരിപ്പാകുമ്പോൾ തേങ്ങ അരച്ച് പരിപ്പ് വേവിച്ചൊക്കെ ആവണ്ടേ, പെട്ടെന്ന് തോരൻ ഉണ്ടാക്കട്ടെ. അപ്പോൾ മുരിങ്ങയില ഞാൻ ഊരിക്കൊണ്ടുവന്നു കേട്ടോ. ഇനി ഒന്ന് കഴുകി കുറച്ച് ഉള്ളിയൊക്കെ വെട്ടിയിട്ട് നല്ലൊരു തോരൻ ഉണ്ടാക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് എൻ്റെ മോൻ പറഞ്ഞു അമ്മ വിശക്കുന്നു എന്ന്. അപ്പോൾ ഞാൻ കടലയുണ്ട് കേട്ടോ, മറ്റേ കടല നിലക്കടലയില്ലേ, അത് പുഴുകാൻ വെച്ചിട്ടാണ് എന്താ പറയുക മുരിങ്ങയില ഊരാൻ പോയത്. അപ്പോൾ അവന് ഉള്ളി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കടല നല്ലപോലെ പുഴുകിയിട്ടുണ്ട്. നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ, അതാട്ടോ ഉടഞ്ഞ് വെന്തിട്ടുണ്ട്. അപ്പോൾ അവന് ഉള്ളി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ലേശം ഉള്ളിയൊക്കെ അരച്ചെത്തിയിട്ടിട്ട് അവന് കഴിക്കാൻ കൊടുക്കാൻ പോവുകയാണ്. ഞാൻ മുരിങ്ങ തോരൻ വെക്കാൻ വേണ്ടി കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, വളരെ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. അതിലേക്ക് കേട്ടോ ഉള്ളിയും 2 പച്ചമുളകും മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലോണം വഴറ്റിക്കൊള്ളു. അപ്പം നല്ലോണം കുറച്ച് ഉള്ളി നല്ലോണം ലേശം ഒന്ന് വഴണ്ടി വരുമ്പോൾ ആ മുരിങ്ങയിടും. മുരിങ്ങ നല്ലപോലെ കഴുകി ഞാൻ വെള്ളം വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. മുരിങ്ങ കഴുകി വെച്ചതാണ് കേട്ടോ, വെള്ളം നല്ലപോലെ വാർന്നു പോയിട്ടുണ്ട്. ഞാനത് കൊട്ടിട്ടെ. എത്ര പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സാധനമുള്ള മുരിങ്ങത്തോരൻ, ഉള്ളി ഒന്ന് വഴതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ഞാൻ ഇന്നലെ ചമ്മന്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴേ കുറേ മെസ്സേജ് വന്നിരിക്കുന്നു കേട്ടോ. ഞങ്ങൾ ചമ്മന്തി ഉണ്ടാക്കണത് എങ്ങനെ ചുവന്നുള്ളി മുളകും കാന്താരി മുളകും ചുവന്നുള്ളിയും പുളിയും ഉപ്പൊക്കെ ഇട്ടൊക്കെ ചതക്കെന്നുള്ളത്. അത് കേട്ടപ്പോൾ ഇനി നാവിൽ വെള്ളം വന്നു പോയിട്ടോ. അത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കപ്പ കഴിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി മുരിങ്ങത്തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മുരിങ്ങത്തോരൻ മാത്രം ആകുമ്പോഴത്തേക്കും അമ്മയെ വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. പപ്പായ മുറിച്ച് വെച്ചിട്ടുണ്ട്, ചിലപ്പോൾ രാത്രി ആയിരിക്കും കറി വെക്കുക. അതും അവന് ഭയങ്കര ഇഷ്ടം പപ്പായ കറിയൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. ഇനി പുതിയ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നതാണ്. അത് ഞങ്ങളുടെ എല്ലാ മെസ്സേജുകളും വായിക്കുന്നുണ്ട്. വായിച്ച് അറിഞ്ഞതിൽ വളരെ ഞാൻ ചിലപ്പോൾ തന്നെ ചിരിക്കും കേട്ടോ, ഓരോ മെസ്സേജുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഭയങ്കര സന്തോഷം നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങൾ ഞാൻ എന്നെ എഴുതി അറിയിക്കുന്നതൊക്കെ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.